അങ്ങനെ ഒരുപാട് ആഴ്ചകൾ അല്ലെങ്കിൽ ഏകദേശം ഒരു മാസത്തോളമായിട്ടുള്ള ഒരു കൊട്ടിഘോഷം, ആഘോഷം അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാത്തിൻ്റെയും ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഒരുപാട് ലിവർപൂൾ ഫാൻസ് ഒരിക്കലും നടക്കരുത് എന്ന് ആഗ്രഹിച്ച ഒരു എൻഡിങ് ആവാനാണ് മിക്കവാറും ഈ ഒരു സമയം നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ഒഫീഷ്യൽ ബിഡ് റിജക്റ്റ് ആയതിന് ശേഷം യാതൊരു വിധത്തിലുള്ള ഒരു മൂവ്മെൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി 3 ദിവസത്തിലധികം കഴിഞ്ഞു പോയി. ഇനി ഒരു പക്ഷേ ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇംപ്രൂവ്ഡ് ബിഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൂടാതെ തന്നെ ന്യൂകാസിലിൻ്റെ ഓണറോട് സ്യൂളിൽ അവരെ പ്രീ സീസൺ ഫ്രണ്ട്ലി നടന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യം അതൊക്കെ നോക്കാൻ എനിക്കൊരു ടീമുണ്ട്, ന്യൂകാസിൽ നിന്ന് അവരതൊക്കെ കൈകാര്യം ചെയ്തോളും, ഞാനതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല എന്നാണ്. അതല്ലാതെ എഡ്ഡി ഹൗ അവരുടെ മാനേജർ, പുള്ളിക്കാരൻ അവസാനത്തെ പ്രീ സീസൺ മത്സരം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ്, യു ഹാവ് ടു ഏൺ ദ റൈറ്റ് ടു ട്രെയിൻ വിത്ത് അസ്. വി ആർ ന്യൂകാസിൽ യുണൈറ്റഡ്. The players has a responsibility here to be part of a team and part of a squad. You have to act in the right way. No player can expect to act poorly and train with the group as normal. അത് ആക്ച്വലി ഇസാക്കിനുള്ളൊരു വാണിങ്ങും കൂടിയാണ്. അവർ ഇങ്ങനെ ഒരു വാണിങ് കൊടുക്കണമെങ്കിൽ അവർക്ക് ആക്ച്വലി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫ് വേണം അല്ലേ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് ഇല്ലെങ്കിൽ നമ്മളെ മെയിൻ പ്ലെയർ, ന്യൂകാസിലിൻ്റെ മെയിൻ പ്ലെയറാണ് ഇസാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫ്, അതായത് ഇനി ഇസാക്കിന് ഒന്നും നടക്കില്ല, പുള്ളിക്കാരനെ ഇവിടെ തന്നെ നമ്മൾ പിടിച്ച് കെട്ടും, അപ്പോൾ നമ്മളെ ഒരുപാട് ചുറ്റിച്ചതല്ലേ, നമ്മൾ ഒരുപാട് നാണം കെടുത്തിയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഒരു പെരുമാറ്റം നടത്തിയതിന് ഒരു അപ്പോളജി തന്നില്ലെങ്കിൽ അത് ടീമിന് ഒരു നാണക്കേട് പോലെയാണ്. അതുകൂടാതെ ടീമിൽ കളിക്കുന്ന മറ്റ് പ്ലെയേഴ്സിനൊരു നാണക്കേട് പോലെയാണ്. അപ്പം ഇതെല്ലൊക്കെ ചെയ്ത് ഒരാഴ്ച എന്താ പറയണ്ട എല്ലാം കലക്കി കുടിച്ച് പിന്നെ ആദ്യം സ്വന്തമായിട്ട് ടീമിൻ്റെ ഒപ്പം വന്ന് മുന്നത്തെ പോലെ ആവാൻ നോക്കണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ആക്ച്വലി എഡ്ഡി ഹൗ ഇസാക്കിന് കൊടുത്തത്. അങ്ങനെ മാനേജർ ഒരു പ്ലെയറിനെ ഇതേപോലെ ഒരു താക്കിയത് അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുക്കണമെങ്കിൽ പുള്ളിക്കാരനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് വേണം, അല്ലെങ്കിൽ ക്ലബിൻ്റെ ഒരു നല്ല പിന്തുണ വേണം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ആക്ച്വലി 100% ഷുവറായിരിക്കണം ഇസാക്ക് എവിടെയും പോകില്ല, ന്യൂകാസിൽ തന്നെ ഈ ഒരു സീസണും കൂടി കളിക്കുക എന്നുള്ളത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫാൻസിൻ്റെയും ഒരു ക്ഷമേന പരീക്ഷിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള, ലിവർപൂളിനൊരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ഒരു ന്യൂസ് ഇതുവരെ വന്നിട്ടില്ല, ആ ഒരു ബിഡ് റിജക്റ്റ് ആയതിനു ശേഷം. അതുകൂടാതെ ആകെയുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്, അത് പോസിറ്റീവ് ന്യൂസ് ആണോ അല്ല ഓക്കെ ന്യൂസ് ആണോ എന്ന് എനിക്കറിയില്ല, ആകെയുള്ള ഒരു ന്യൂസ് ഒരു നല്ല സോഴ്സിൽ നിന്ന് വന്ന ബെൻ ജേക്കബ്സിൻ്റെ ഒരു ട്വീറ്റ് എന്ന് പറഞ്ഞാൽ, അലക്സാണ്ടർ ഐസക് ഹാസ് റിട്ടേൺ ടു ന്യൂകാസിൽസ് ട്രെയിനിങ് ഗ്രൗണ്ട് ആഫ്റ്റർ മിസ്സിംഗ് ദ ക്ലബ്സ് പ്രീ സീസൺ ടൂർ ഓഫ് ഏഷ്യ. He will have meetings this week with the club's officials over his future. അപ്പോൾ ആ ഒരു ട്വീറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ചെറിയ ഒരു ഹോപ്പ് ലിവർപൂളിൻ്റെ ഫാൻസിനും ലിവർപൂളിൻ്റെ ക്ലബിനും കൊടുക്കുന്ന ഒരു ചെറിയ ഒരു ഹോപ്പ് ഉണ്ട്. അതായത് ഈ ഒരു ആഴ്ചയിൽ ഇസാക്ക് ന്യൂകാസിലിൻ്റെ ക്ലബ് മാനേജ്മെൻറ്റുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയതിന് ശേഷം പുള്ളിക്കാരൻ്റെ ആ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരു മീറ്റിംഗ്, ആ ഒരു മീറ്റിംഗ് നടത്തിയതിന് ശേഷം മിക്കവാറും എല്ലാം കളങ്ങി തെളിയും. അതായത് വരുമോ അല്ലെങ്കിൽ ലിവർപൂളിന് രണ്ടാമതൊരു ബിഡ് കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നൊക്കെ ആ ഒരു മീറ്റിങ്ങിൽ കഴിഞ്ഞതിന് ശേഷം മനസ്സിലാവും. അപ്പം ലോകമെമ്പാടുമുള്ള ലിവർപൂൾ ഫാൻസിന് ആക്ച്വലി ദ ഹോപ്പ് എന്താ പറയണ്ട, ഒരു കുറച്ചിങ്ങനെ താഴ്ന്നിട്ടല്ലത്. പക്ഷേ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആ ഹോപ്പ് അത്ര താഴ്ന്നൊരു ഹോപ്പ് അങ്ങനെ അവിടെ പിടിച്ചു നിർത്തുന്നൊരു ന്യൂസാണ്. നമുക്ക് നോക്കാം. ഓൾറെഡി മൺഡേ കഴിഞ്ഞു, ട്യൂസ്ഡേ ആയി, ഇനി ഒരു 2-3 ദിവസത്തിനുള്ളിൽ
ന്യൂകാസിൽ ഇസാക്കിൻ്റെ ഭാവി തീരുമാനിക്കും. ഇത്രയും ട്രാൻസ്ഫർ ഒരു ഡ്രാമ കടന്നു പോകുന്ന സമയത്ത് ലിവർപൂളിൻ്റെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്, വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടീമിൽ ഇപ്പോൾ ഒരു സെൻറ്റർ ബാക്കാണ്. ലിവർപൂളിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ക്ലബ്ബ് ആ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് ബിഡ് കൊടുക്കാത്തത്? ആ ഒരു പ്ലെയർ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അത് മാർക്ക് ഗുഹയാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ. ഒരു പക്ഷേ ക്ലബിന് അറിയായിരിക്കും ഏകദേശം പ്രീമിയർ ലീഗ് തുടങ്ങാനാവുന്ന ആ ഒരു സമയത്ത് ക്രിസ്റ്റൽ പാലസ് പോലൊരു ടീമിന് അവരുടെ ഒരു മെയിൻ പ്ലെയറാണ് അടുത്ത സീസണിൽ ഒന്നും കിട്ടാതെ വെറുതെ പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ക്രിസ്റ്റൽ പാലസ് ഒരു നല്ല ടോപ്പ് ക്ലബ്ബൊന്നല്ല, നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ക്ലബ്ബൊന്നല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ ഫീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലബിന്. അപ്പം അങ്ങനെയുള്ള ഒരു ക്ലബിന് മെയിൻ പ്ലെയർ അതായത് ഗുഹയിനെ വെറുതെ വിട്ടയച്ചു കൊടുക്കുന്നത് ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നില്ല. അപ്പം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ലിവർപൂള് പെട്ടെന്ന് 50 മില്യൺ ഓഫർ കൊടുക്കാതെ ഓൾമോസ്റ്റ് ഡെഡ് എൻഡ് വരെ അങ്ങ് പിടിച്ച് നിർത്തിയിട്ട് അവസാനം ലിവർപൂളിൻ്റെ ഒരു 30 മില്യൺ ഓഫർ കൊടുത്ത് മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്രിസ്റ്റൽ പാലസ് സമ്മതിക്കുമായിരിക്കും. ഓക്കെ, ഇപ്പോൾ 30 മില്യൺ കിട്ടുന്ന അടുത്ത വർഷം ഒന്നുമില്ല, 0, അതുകൊണ്ട് നമുക്ക് തൽക്കാലം കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും മിക്കവാറും ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നു പോകുന്നത് എന്നാണ് ഒരു വിശ്വാസം. ഇതല്ലാതെ വേറൊരു ലോജിക്കും ആ ഒരു ട്രാൻസ്ഫറിൽ ഇപ്പം നമുക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല. അഥവാ നമ്മൾക്ക് ഇസാക്കിനെ കിട്ടിയില്ല, ഓൾമോസ്റ്റ് ആ ഒരു ഡീല് ഓഫാണ്. അഥവാ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു പൊസിഷനാണ് ഗുഹൈ എന്ന് പറയുന്നത്. അഥവാ ഗുഹൈനെ ക്രിസ്റ്റൽ പാലസ് എന്ത് തന്നെ കൊടുത്താലും വിട്ടുതരില്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് സെൻറ്റർ ബാക്ക് ലിവർപൂളിന് മസ്റ്റാണ്. അപ്പോൾ വരുന്ന 1-2 ആഴ്ചക്കുള്ളിൽ മിക്കവാറും ആ ഒരു കാര്യത്തിന് തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ ന്യൂനസിന് വേണ്ടി സൗദിയിൽ നിന്ന് വരുന്ന ഓഫർ, സൗദി ക്ലബ്ബ് ന്യൂനസുമായിട്ട് പ്ലെയറുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി പ്ലെയർക്ക് ഓക്കെ ആണെങ്കിൽ ലിവർപൂളുമായിട്ടുള്ള ഒരു നെഗോഷിയേഷൻ, ഐ തിങ്ക് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ യൂറോപ്യൻ ക്ലബ്ബ് നടത്തുന്ന പോലെ ചീപ്പ് നെഗോഷിയേഷൻ ഒന്നും നടത്താൻ സാധ്യതയില്ല. ലിവർപൂൾ ചോദിക്കുന്ന പൈസ അവർ തരാനാണ് സാധ്യത. അപ്പം ആ ഒരു ട്രാൻസ്ഫർ സ്മൂത്തായിട്ട് പോകുന്നത് കൊണ്ട് ലിവർപൂളിന് ഇപ്പം ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്തെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ആശ്വസിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചക്കുള്ളിൽ ലിവർപൂളിൻ്റെ ഏകദേശ ട്രാൻസ്ഫറൊക്കെ നടക്കാനും ട്രാൻസ്ഫറൊക്കെ എന്തായിരിക്കും എന്ന് ഒരു തീരുമാനത്തിൽ വരാനും സാധ്യതയുണ്ട്. അപ്പം എല്ലാ ലിവർപൂൾ ഫാൻസും എല്ലാ പ്രീമിയർ ലീഗ് ഫാൻസും ഉറ്റുനോക്കുന്ന ഒരു ട്രാൻസ്ഫറാണ് ഇസാക്ക് ടു ലിവർപൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അതൊന്ന് ഷേപ്പ് ആവല്. അപ്പോൾ ഒരു 3-4 ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇസാക്കും ന്യൂകാസിലിൻ്റെ മാനേജ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു മീറ്റിംഗ് വരെ നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.